തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എല്ലാ ഉപകരണവും ഉപയോഗിച്ചെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണത്തിന്റെ ഓഡിറ്റ് നടത്തിയപ്പോഴാണ് ഡോക്ടർ ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിച്ചത്. എന്നാൽ ഉപയോഗിച്ച് പരിചിതമല്ലാത്തതിനാൽ ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം മാറ്റിവെച്ചിരുന്നുവെന്നാണ് ഡോക്ടർ ഇന്നലെ പറഞ്ഞത്. അതിനിടെ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഹാരിസ് ചിറക്കലിന്റെ ഹിയറിംഗ് നാളെ DME തലത്തിൽ നടക്കും. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും. ഷിജോ, ഇന്നലെ ഡോക്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു ഉപകരണം ഉപയോഗിക്കാൻ ഡോക്ടർമാർക്ക് വൈദഗ്ധ്യമില്ലാത്തതിനാൽ അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ്. ഇപ്പോൾ ഓഡിറ്റ് നടത്തുമ്പോൾ ഡോക്ടർ ഇതെന്താണ് മാറ്റി പറയുന്നത്? എന്താണ് ഡോക്ടർ സംസാരിച്ചത് ഉദ്യോഗസ്ഥരോട്? ജിന, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് ഒരു ഉപകരണവും കാണാതെ പോയിട്ടില്ല. അദ്ദേഹം അത് മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. ഒരു ഉപകരണവും കാണാതെ പോയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉപകരണം അവിടെ തന്നെയുണ്ട്, അത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, ഇന്നുകൂടി ഞാനത് കണ്ടു എന്നുള്ള പരാമർശമാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത്. അതായത് ആ ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായിട്ട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, അവിടുത്തെ സൂപ്രണ്ട്, DME മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ആളുകളോട് കൃത്യമായിട്ട് ഈ മെഡിക്കൽ ഉപകരണത്തിന്റെ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് എല്ലാ വകുപ്പിലെ ഉപകരണങ്ങളും കൃത്യമായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു, അല്ലെങ്കിൽ അത് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഡോക്ടർ ഇന്നലെ പറഞ്ഞ വാദത്തെ തള്ളുന്ന ചില വിവരങ്ങളാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. വകുപ്പിൽ, പ്രത്യേകിച്ച് യൂറോളജി വകുപ്പിൽ ഉപയോഗിക്കാത്ത ഒരു ഉപകരണവും അവിടെ ഇല്ല, എല്ലാ ഉപകരണവും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വകുപ്പ് മേധാവി കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ആ മെഡിക്കൽ കോളേജ് അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ആളുകളോട് ഇത് സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിനകത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കൂടി ഒരു വിശദീകരണം, അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഇത് വ്യക്തത വരുത്തേണ്ടതാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ഉപകരണം ഉപയോഗിക്കാതെ മാറ്റിവെച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അതേസമയം ഓഡിറ്റ് നടത്തിയപ്പോൾ എല്ലാ ഉപകരണവും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അടക്കമുള്ള കാര്യങ്ങളകത്ത് ഇനി അദ്ദേഹം ഒരു വിശദീകരണം നൽകേണ്ടതാണ്. എന്തായാലും ഇത് കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് അധികൃതരെ ഈ ഉപകരണം, എല്ലാ ഉപകരണങ്ങളും, പ്രത്യേകിച്ച് മെസലസ്കോപ്പ് മാത്രമല്ല മറ്റ് പല ഉപകരണങ്ങളും, അത് വകുപ്പിൽ ചികിത്സാ സംബന്ധമായിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടോ അതെല്ലാം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വകുപ്പ് മേധാവി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം ഉപകരണം മാറ്റിവെച്ചു എന്ന് എന്തിന് അദ്ദേഹം പറഞ്ഞു എന്ന കാര്യത്തിനകത്ത് അദ്ദേഹം തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. എന്തായാലും ഇതിനകത്ത് വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ്. DME തലത്തിലുള്ള അന്വേഷണം നടക്കുന്നു. DMEയുടെയും പ്രിൻസിപ്പലിന്റെയും ഒരു നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നാളെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഹിയറിംഗ് നടത്തും. ഈ ഹിയറിംഗിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്താണ് പറയുക എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. ഇന്നലെയും ഇന്നും അദ്ദേഹം അവധിയെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അവധിയെടുത്തു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് അധികൃതർ വിവരം നൽകുന്നില്ല. എന്തായാലും നാളെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിയാൽ അദ്ദേഹം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകും എന്നുള്ള കാര്യം ഇന്നലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു. ഇതിനും അപ്പുറത്തേക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഹിയറിംഗ് നടത്തുമ്പോൾ അദ്ദേഹം ഇത് സംബന്ധിച്ച കാര്യത്തിനകത്ത് എന്ത് മറുപടി പറയും എന്നുള്ളത് കൂടി ആരോഗ്യവകുപ്പ് അധികൃതർ കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മറുപടികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. അതുമാത്രവുമല്ല, ഏതെങ്കിലും വകുപ്പിൽ ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോ വകുപ്പ് മേധാവിയോടും ബന്ധപ്പെട്ട അധികൃതർ, പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ, DME അടക്കമുള്ള ആളുകൾ എല്ലാ വകുപ്പിലോടും, പ്രത്യേകിച്ച് യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി അടക്കമുള്ള വിവിധ വകുപ്പുകളിലെ വകുപ്പ് മേധാവിമാരോട് നിങ്ങളുടെ വകുപ്പിൽ ഏതൊക്കെ ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഓഡിറ്റിന്റെ ഭാഗമായി നടന്നു വരുന്നതാണ്. അത് കൃത്യമായിട്ട് യൂറോളജി വകുപ്പിൽ നടന്നിട്ടുണ്ട്. അവിടെ അത് നടക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ഉപകരണവും ഉപയോഗിക്കാതിരുന്നിട്ടില്ല എന്ന് വകുപ്പ് മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം അത് ഉപയോഗിക്കാൻ അറിയാതെ മാറ്റിവെച്ചു എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു എന്നുള്ളതിന്റെ മറുപടി തന്നെ അദ്ദേഹം തന്നെ പറയേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞത്, ഞങ്ങൾ 5-6 ഡോക്ടർമാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല, വലിയ പരിചയമില്ലാത്ത ഒരു ഉപകരണമാണ്, ഡോക്ടർ രോഗികളുടെ സുരക്ഷയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്, അതുകൊണ്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒന്നും കാണാതെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർ ഇപ്പോൾ സമിതിക്ക് മുന്നിൽ ഇങ്ങനെ മാറ്റി പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഡോക്ടർ തന്നെ പറയണം. അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞായിരുന്നോ?
നമ്മളിന്ന് രാവിലെ ഡോക്ടർ ഹാരിസ് ജേക്കലിന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷെ അദ്ദേഹം വീട്ടിലില്ല. കഴിഞ്ഞ എല്ലാ ദിവസവും വീട്ടിലുണ്ടായിരുന്നതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോയതായിരിക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാവാം. കാരണം തുടർച്ചയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യവും ഇന്ന് പറയുന്ന കാര്യവും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളും തമ്മിൽ കുറേയധികം വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ആദ്യം ഈ ഉപകരണം കാണാനില്ല, അല്ലെങ്കിൽ യൂറോളജി വകുപ്പിലെ ഒരു ഉപകരണം കാണാനില്ല എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തുന്നു. അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നു. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു. അപ്പോൾ അതുപ്രകാരം ഡോക്ടർ ഹാരിസ് ജേക്കലിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഉപകരണവും അവിടുന്ന് കാണാതെ പോയിട്ടില്ല, ആ ഒരു ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറയുന്നത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്. അതായത് ഉപകരണം കാണാതെ പോയിട്ടില്ല എന്നൊരു ദിവസം പറയുന്നു, ഇന്നലെ വന്നപ്പോൾ ഇത് പറയുന്നത് ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഇന്നലെ പറയുന്നു. എന്നാൽ ഇന്ന് അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞ വാദങ്ങളെ തള്ളുന്നതാണ്. അപ്പോൾ ഡോക്ടർ തന്നെ എല്ലാ ഉപകരണവും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് അത് എന്തുകൊണ്ട് ആണ്, അല്ലെങ്കിൽ വകുപ്പ് മേധാവി എന്തുകൊണ്ട് ഓഡിറ്റ് നടത്തിയപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതായുണ്ട്. അപ്പോൾ ഇതിനോട് ഡോക്ടർ ഹാരിസ് ജേക്കൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുവരെ ഉണ്ടായതിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമായതാണ്. ഉപകരണം കാണാതെ പോയിട്ടില്ല എന്ന് ഡോക്ടർ സമ്മതിച്ചതാണ്, അത് അവിടെ ഉണ്ടെന്ന് സമ്മതിച്ചതാണ്, അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി എന്നുള്ള വിവരം മെഡിക്കൽ കോളേജ് അധികൃതരെ സംബന്ധിച്ചു, അല്ലെങ്കിൽ അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് എന്ത് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ നാളെ ഡോക്ടർ ഹാരിസ് ജേക്കലിന്റെ ഹിയറിംഗ് കൂടി കഴിയണം. ഹിയറിംഗിൽ ഡോക്ടർ ഹാരിസ് ജേക്കൽ എന്ത് പറയുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. ജീന.